2016 മോഡൽ i20 ഫുൾ ഓൺ 3,90,000 രൂപ ഫുൾ ഓൺ. 16 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല റേറ്റ്. ഒന്നുമില്ല. AC power steering, board power windows വരുന്നുണ്ടോ, എയർ ബാഗ് വരുന്നുണ്ടോ, സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ടോ, ഏകദേശം 13 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ. i20 പെട്രോളിന്റെ മൈലേജ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലോൺ അല്ലാണ്ട് അനസ്ക. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ മഹീന്ദ്ര എടക്കാടുള്ള ഓട്ടോബോർഡ് ഡീലർഷിപ്പിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം, നേരെ പുറകിൽ കാണുന്നതാണ് എടക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനോട് തൊട്ട ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിലാണ് ഈ ഒരു മഹീന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പ് വരുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുള്ളത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഏകദേശം 2015 മുകളിൽ വാറണ്ടി കിട്ടുന്ന വണ്ടികൾ, അതേപോലെ തന്നെ അത്യാവശ്യം മാർക്കറ്റ് വിലയിൽ താഴെയായിരിക്കും, ഏകദേശം 100%. അതിൻ്റെ മുകളിൽ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വണ്ടികളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയും പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ കാസർഗോഡ് നിന്ന് വന്നിട്ട് നേരെ കയ്യൊന്നും ഒരാളുണ്ട്. സ്വിഫ്റ്റ് ഡീസൽ എടുത്ത വണ്ടി എങ്ങനെയുണ്ട്? കിലോമീറ്റർ എത്ര ഓടി? 82,000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ സ്വിഫ്റ്റ് വീഡിയോ സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി. ഇച്ച രണ്ടാമത്തെ വരവ് തന്നെ. അതെ, അപ്പൊ വണ്ടി ഇച്ചാക്ക് പറ്റി വണ്ടി ഉണ്ടായിരുന്നില്ല. നല്ലൊരു വണ്ടി ഇന്ന് രാവിലെ വന്നു സെറ്റായി. മൂപ്പരെടുത്ത വണ്ടിക്കാണ് നേരത്തെ വന്ന മറ്റേ ഡസ്റ്റർ നോക്കി ഫാമിലി വന്നു. ഫാമിലി വെച്ചത് അതാണ്. പക്ഷെ വണ്ടി ഇച്ച രാവിലെ വന്നു. ഇവിടെ രാവിലെ പോയി അന്ന് നല്ല വണ്ടി. ഞാൻ എടുക്കുന്നത് നല്ല വണ്ടി, നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു. കണ്ട സന്തോഷം. പല ദിവസം ഞാൻ കാണാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇയാളില്ലായിരുന്നു. അപ്പൊ ഇൻഷാല്ലാ ഓക്കെ, ഞാൻ വരുന്നുണ്ട്. ഇനി വണ്ടി വേണം ഇൻഷാല്ലാ. ഓ 2014 മോഡൽ ഇയോൺ ഡിലൈറ്റ് പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. 1,55,000 രൂപ ഫുൾ ഓൺ. 2015 മോഡൽ കേട്ടോ. 15 മോഡൽ 15 രജിസ്ട്രേഷൻ. ചെയ്തിട്ടുണ്ട്. നോർമലി മാത്രമേ ഫീച്ചർ ആയിട്ട് വരുന്നുള്ളൂ. പവർ വിൻഡോസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 1,55 റേറ്റ് വരുന്നത്. അതെ. കിലോമീറ്റർ എത്ര കിലോമീറ്റർ 70,000. മഹീന്ദ്രന്റെ വാറണ്ടി കൊടുക്കാൻ വേണ്ടി കൊടുക്കാം. നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ട്. ചാൻസ് റേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2014 മോഡൽ മാഗ്ന ഗ്രാൻഡ് ഐറ്റം ഡീസൽ സ്പോർട്സാ. ആ ഓപ്ഷൻ കൂടിയേ 2,40,000 രൂപ. 2,40,000 രൂപയ്ക്ക് 2014 മോഡൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ ഫുൾ ഓൺ ക്യാഷ് ബാക്ക് കൊടുക്കേ. ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, പക്ഷേ പറഞ്ഞ വില നിങ്ങൾ കൂട്ടിയില്ല. ഇഷ്ടപ്പെട്ടു. സ്പോർട്സിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നുണ്ടോ? അനസ്ക സ്പോർട്സിൽ ഡീസൽ എന്ന് പറയുന്നത് എങ്ങനെയാലും 18-20 മൈലേജ് ഉണ്ടാവും. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതേ സമയത്ത് വണ്ടിക്ക് റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഓക്കെ. 2,40,000 രൂപ ക്യാഷ് ബാക്ക്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടിട്ടുണ്ട്. ക്യാഷ് ബാക്ക് എത്ര കിട്ടും? ക്യാഷ് ബാക്ക് 50,000 കൊടുത്താൽ നമുക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,45,000 രൂപ. അതെ, നല്ല വണ്ടിയല്ലേ? മഹീന്ദ്രന്റെ വാറണ്ടി കിട്ടുന്നുണ്ടാവില്ല. കിലോമീറ്ററിന് പുറത്ത് ഓടിയെ. അടുത്തത് നിയോസ് 2020 മോഡൽ നിയോസ്. നമ്മുടെ വണ്ടി റോഡ് സൈഡിലെ വണ്ടിയൊക്കെ നമ്മുടെ വണ്ടി തന്നെയല്ലേ? ആ, താങ്കൾ കാണിച്ചോ. ആമിയൊക്കെ ഡെലിവറി വാഷ് ചെയ്ത് വന്നു. 20 മോഡൽ നിയോസ് കോർപ്പറേറ്റ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. അതെ, 20 മോഡൽ വണ്ടി ലോക്കാണ്. AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട്. 30,000 കിലോമീറ്റർ ഓടിക്കണം. 5.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 5.5 ലക്ഷം രൂപ 20 മോഡൽ നിയോസ്. 20 മോഡൽ 30,000 കിലോമീറ്റർ. അതെ, നല്ല വണ്ടിയാ. നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവും. അതേസമയത്ത് ലോൺ കാര്യങ്ങളൊക്കെയാ ഫുൾ ഓൺ. ഫുൾ ഓൺ 2020 മോഡൽ നിയോസ് ഫുൾ ഓൺ 5.5 ലക്ഷം രൂപ. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. 2 വർഷം നമ്മുടെ കാറാൻ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന് 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റന്റ്. ഓക്കെ, പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ പുതിയ വണ്ടികൾ 2 ലക്ഷം രൂപ കുറവാണ്. അതെ അതെ. അതേ സമയത്ത് അടുത്ത വണ്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇനിയും പോകാണ്ടല്ലോ. 2013 മോഡൽ സെയിൽ ഡീസൽ ഷെവർലെന്റെ വണ്ടിയാണ്. വരുന്നത്
നമ്മളെ ഫിയാറ്റിന്റെ സ്വിഫ്റ്റിന്റെ ടാറ്റന്റെ Same engine. Yes, yes. 1.3 ലിറ്റർ DDIS മൈലേജ് ഉള്ള വണ്ടി. മൾട്ടി സെറ്റ് വണ്ടിയാണ്. യെസ്. അപ്പോൾ എഞ്ചിൻപരമായിട്ടുള്ള പണികളൊന്നും ഈ വണ്ടികൾക്ക് അധികം വന്ന് കണ്ടിട്ടില്ല. ഇഞ്ചക്ടർ പണികൾ ഷെവർലേക്ക് സാധാരണ വരുന്ന അത്ര കംപ്ലൈൻസ് കുറവായിരിക്കും. അതേസമയത്ത് മൈലേജ് അത്യാവശ്യം ഉണ്ട്. സ്പെയർ ഇവിടെ കണ്ണൂരിൽ തന്നെ മക്ക മോട്ടോഴ്സ് കോഴിക്കോടും ഉണ്ട് അവരെ സർവീസ് ചെയ്യുന്നത്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ വിൻഡോ ഉണ്ടാവും, ഇൻബിൽ സ്റ്റീരിയോ, ABS എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. 1,80,000 LT. 1,80,000 രൂപ. 1,80,000 രൂപ. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 63,000. ഡീസലാണേ. അല്ല, ഈ 63,000 എന്നുള്ള ചെറിയ കിലോമീറ്ററാ? ആയിരിക്കൂലേ? ആയിരിക്കും. ഓക്കെ. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? നല്ല വണ്ടി. സ്മൂത്ത്, മെക്കാനിക്കൽ ഫിറ്റ്. ABS വരുന്നുണ്ട്. ശരിക്കും ആ ഒരു മോഡല് സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെന്ന് 3 ലക്ഷം രൂപയുടെ അടുത്ത് അതിന്റെ പകുതി പൈസ കൊണ്ട് അതെ. 14 മോഡൽ നാനോ ടിസ്റ്റ്. 1,10,000 രൂപ. ഡിക്കി വരുന്നില്ല. 25,000 കിലോമീറ്റർ ഓടിക്കണം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ, ബാക്ക് ഡിക്കി വരുന്നുണ്ടാവില്ല. അതെ. 624cc എഞ്ചിനാണ്. 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 കിലോമീറ്റർ. മഹീന്ദ്രന്റെ വാറണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. കൊടുക്കാം. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും പറയത്തക്ക രീതിയിലൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടി. ഓക്കെ. അടുത്തത് 2000 കിഡ് 17 മോഡൽ കിഡ്. 2017 മോഡൽ കിഡ് 800cc 1000cc 1000cc കിഡാണ്. കിലോമീറ്റർ എത്ര ഓടിയാണ്? കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കിഡ്. 800cc എന്ന് പറയുന്നത് 1000cc. ഒരു എയർ ബാഗ്. ഓട്ടോമാറ്റിക് ആണേ. ഓട്ടോമാറ്റിക് കിഡ്. അതെ. 3,25,000. ഓട്ടോമാറ്റിക്കലി കിലോമീറ്റർ എത്ര? 20,000. 20,000. ഓക്കെ. ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. 15 താഴെയായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് എത്ര റേറ്റ് ചെയ്യുന്നത്? 320. അത് ഫുൾ ഓണാ? ഫുൾ ഓൺ. ഓക്കെ. 2022 മോഡൽ ഓൾട്ടോ 800 22,000 കിലോമീറ്റർ ഓടിയേക്കാം. $6,20,000. കിലോമീറ്റർ എത്ര? 20,000. 20,000 കിലോമീറ്റർ. പുതിയ വണ്ടിക്ക് ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട്. 4,10,000 രൂപ. 2 വർഷം വാറണ്ടി എല്ലാം കിട്ടുന്ന വണ്ടി. ഓക്കെ. 2 വർഷം വാറണ്ടി ഉണ്ടോ? അതേപോലെ തന്നെ കമ്പനി വാറണ്ടി 24, 25 വരെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. 22 മോഡൽ വണ്ടി അതിനെ കൊണ്ട്. ഓക്കെ. 2019 20 രജിസ്ട്രേഷൻ കിഡ് RXL 30 ഓടിയിട്ടില്ല. 30,000 ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ. നിലവിലുള്ള കണ്ടീഷൻ? നല്ല കണ്ടീഷൻ വണ്ടി. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനൊരു ഫൈനൽ ഒരു 2.95 കൊടുത്തേക്കാം. നല്ല വണ്ടി. ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. 800cc ആണോ? 800cc വരാം. 800cc-ന്റെ അകത്ത് 18 റേഞ്ചിന് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 2 വർഷം മഹീന്ദ്രന്റെ വാറണ്ടി എക്സ്ട്രാ ചെയ്യാം. അടുത്ത് 2021 മോഡൽ ഓൾട്ടോ 800 LX 32,000 കിലോമീറ്റർ ഓടിക്കണം. 3,60,000 രൂപ കൊടുക്കാം. 21 മോഡൽ ഓൾട്ടോ 800 LX. നല്ല വണ്ടി. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതെ. റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ മഹീന്ദ്രന്റെ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടാവും. അതെ. 800cc വണ്ടിയാണ്. ഏകദേശം ഒരു 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ? വേറെ ഒന്നും നോക്കാനും ഇല്ല അല്ലേ? അതെ. അടുത്ത 2020 മോഡൽ ട്രൈബർ. RXZ ഏതാണ്? ഇത് RXT ആണ്. അതെ. മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ടാവും. എയർ ബാഗ് 2 എണ്ണം ഉണ്ടാവില്ലേ ആസ്ക? അതെ. 2 എയർ ബാഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻബിൽറ്റ് സ്ക്രീനും വരുന്നുണ്ടാവും. ഇത്രയാണ് ബേസിക് ഫീച്ചേഴ്സ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇത് സാധാ പെട്രോൾ അല്ലേ? ടർബോ അല്ലല്ലോ? സാധാ പെട്രോൾ. നോർമൽ പെട്രോൾ ആണ്. അനസ്ക റേറ്റ് എങ്ങനെയാണ്? 5,20,000 രൂപ കൊടുക്കാം. 5,20,000 ആണ്. ലോൺ എത്ര ആയിട്ട് ഉണ്ടാവും? ലോൺ മാക്സിമം ഫുൾ ഓൺ ഇട്ട് കൊടുക്കാം. അതായത് 5 ലക്ഷം രൂപയ്ക്ക് 2018 അത്? അതെ. മോഡൽ? ഓഹോ. മോഡൽ 2020 മോഡൽ. 20 മോഡൽ. അതെ. കട്ടൗണ്ട് കിട്ടും. ഇല്ല 2020 മോഡൽ. ഓക്കെ. 2020 മോഡലാണ്.
5,20,000 ആണ്. അത് ഫുൾ ലോണും കിട്ടുന്നുണ്ടാവില്ലേ? മാക്സിമം ലോൺ കൊടുക്കുക, ഫുൾ ലോൺ. 2016 മോഡൽ വാഗണർ VX 82,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വാഗണർ മോഡൽ 2016 3,85,000 കൊടുക്കാം. 385 285 ആണോ? 385 ആണ്. അതെ. കിലോമീറ്റർ എത്രയാണ്? 82,000 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഉണ്ട്. അടുത്ത 2018 മോഡൽ വാഗണർ VX. സെക്കൻഡ് AMT ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 13 റേഞ്ചിൽ ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ? ലോൺ അനസ്ക 385 3.5 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. 3.5 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടോ? അനസ്ക അടുത്ത് 2018 മോഡൽ വാഗണർ 2018 മോഡൽ വാഗണർ 4,20,000 കൊടുക്കാം. കിലോമീറ്റർ എത്ര? 53,000. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഗണർ VX ഫുൾ ഓപ്ഷൻ 4,20,000 കൊടുക്കാം. നമുക്ക് 4,20,000 വിൻഡോസ് വരുന്നുണ്ടോ? K സീരീസ് ആയിരിക്കും എഞ്ചിൻ വരുന്നത്. 15ന്റെ മുകളിലായിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. അതെ. ലോണ് 4 കയറൂലേ? കയറും. അവിടെ ഒരൊറ്റ മിനിറ്റാ. 2019 മോഡല് സ്പോർട്സ് i10 ഗ്രാൻഡ് i10 എത്രക്ക് കിട്ടും? ബ്രോ എവിടെയല്ലേ എത്രക്ക വിൽക്കുന്നേ? 4.4 ഒരു വാല്യുവേഷൻ ഉണ്ട് ആണല്ലേ? ഇത് നമുക്കൊരു 3.85 കൊടുക്കും. 3.85 ഇനി കുറയൂലേ? 3.85 ഇനി കുറക്കണോ? 10 മോഡല് റീൽസ് എടുത്തപ്പോ റീൽസിനകത്ത് 3.80 അപ്പൊ എന്ത് കുറക്കാം. AC പവർ സ്റ്റിയറിംഗ് 2 എയർ ബാഗ് വരുന്നുണ്ടോ? സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ടോ? 1.2 ലിറ്റർ കാപ്പ എഞ്ചിനകത്ത് 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ചെയ്തില്ല, കമ്പനി ഇൻബിൽഡ് ആണ്. സ്പോർട്സിന് വരുന്നുണ്ട്. ആ 19 അല്ലേ? 19 പല 18 അതിലെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇപ്പൊ 1 ലാഖിന്റെ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല ഓടിക്കാം, നല്ല വണ്ടി, നല്ല രീതിയിൽ തന്നെ. കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്. സിംഗിൾ ഓണർ. പിന്നെ ഏതാ വണ്ടി വേണ്ട? കിഡ്, അത് ഓട്ടോമാറ്റിക്. എത്രക്ക് വരും? 50,000 കിലോമീറ്റർ. 2,50,000 ഫൈനലി. ഫൈനലി ഓട്ടോമാറ്റിക്. ക്ലൈംബർ അല്ലേ? കിഡ് ഓട്ടോമാറ്റിക് കിട്ടില്ലേ? RXL 18 വണ്ടി. വണ്ടി ചെറിയ റീപ്ലേസ് ഉണ്ട്. ബോണ്ട് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ആപ്രോൺ കുറ്റിയൊന്നുമില്ല. അതുകൊണ്ട് 2,000 കൊടുക്കുന്ന വണ്ടി. ലോണ് ഫുൾ ലോൺ കിട്ടും. മഹീന്ദ്രാന്റെ വാറന്റി നമുക്ക് 1 വർഷത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് ആക്കി കൊടുക്കാലോ. 2018 മോഡൽ വാഗണർ 3,85,000 കൊടുക്കാം. 3.85 2018 മോഡൽ വാഗണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറൊന്നും മാറിയിട്ടില്ല. നല്ല വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ക്ലാസ്. ടിയാഗോ NRG 2022 മോഡൽ NRG 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 6 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. റീപ്ലേസ് ഒന്നുമില്ല. 22 മോഡൽ ടിയാഗോ NRG. കിലോമീറ്റർ 30,000. സിംഗിൾ ഓണർഷിപ്പ്. സൂപ്പർ ക്ലാസ് വണ്ടി. 6 ലക്ഷം രൂപ. ടിയാഗോ തന്നെ, പക്ഷേ ടിയാഗോനേക്കാൾ കുറച്ചുകൂടി വലിയ വണ്ടി. ടിയാഗോന് അതേ കംഫർട്ടിൽ വേണ്ടവർക്ക് പറ്റിയ വണ്ടിയാണ്. അതെ. ടിയാഗോന് വരുന്നതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. ടിയാഗോനേക്കാളും ഒരു ടയർ സൈസ് കൂടുതലായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഫീച്ചർ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നുണ്ട് ടിയാഗോനേക്കാളും. ടിയാഗോ XZ പ്ലസിൽ വരുന്ന ഹർമൻ്റെ ടച്ച് സ്ക്രീൻ അടക്കം NRGയിൽ വരുന്നുണ്ടാവും. എൻജിൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പവർ ഷോർട്ടേജ് പവർ വ്യത്യാസങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. എൻജിൻ സെയിം തന്നെയല്ലേ? 1.2 തന്നെയല്ലേ? അതെ, ഫീച്ചേഴ്സിലെ മാറ്റങ്ങളേ ഉള്ളൂ. മാറ്റമുള്ളൂ അല്ലേ? അതെ. പുതിയ വണ്ടിക്ക് ഏകദേശം 10 പുറത്ത് റേറ്റ് അല്ലേ? രൂപ ഫുൾ ലോൺ കയറില്ല അതില്. പിന്നെന്താ? 20 മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക്. ഏതാണ്? 20 മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക് XZ പ്ലസ് 6,20,000 ഓട്ടോമാറ്റിക്. 20,000 കിലോമീറ്റർ ഓടിക്കണം. ഓട്ടോമാറ്റിക് AMT. XZ ഓട്ടോമാറ്റിക് ആണോ? അതെ. ഹർമന്റെ ടച്ച് സ്ക്രീൻ കാണുന്നുണ്ട്, അതാണ് ചോദിച്ചത്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും. 13 റേഞ്ചിൽ എങ്ങനെയാലും ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്നുണ്ടോ? അത്യാവശ്യം നല്ല പവറുണ്ട്. 1.2 ലിറ്റർ അതിനെ കൊണ്ട്. അപ്പോൾ അനസ്ക ഓട്ടോമാറ്റിക് ടിയാഗോ 6,20,000 കൊടുക്കാം. മോഡൽ 2021 മോഡൽ 2021 ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇനി അതേ സമയത്ത് മഹീന്ദ്രയുടെ വാറന്റി ഉണ്ടോ? പിന്നെന്താ 2 വർഷം. അടുത്തത് 2020 മോഡൽ സ്വിഫ്റ്റ് VXi 6,30,000 കൊടുക്കാം. 20 മോഡൽ സ്വിഫ്റ്റ് VXi
AC power steering, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോസ് ഉണ്ട്. ചെറിയ രീതിയിൽ വാക്യൂം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, ഫേക്ക് മഫ്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ അത്യാവശ്യം നീറ്റ് ആണ്. അതേപോലെ തന്നെ സർവീസസിലുള്ള വണ്ടിയിൽ അടിപൊളി അലോയ്സ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് ആണ്, പക്ഷേ അടിപൊളി അലോയ്സ് ഇട്ടിട്ടുള്ള ക്രെറ്റ. പെട്രോളാണോ ഡീസലാണോ? ഇത് പെട്രോൾ. പെട്രോൾ ക്രെറ്റ 2018 മോഡൽ ക്രെറ്റ, ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് 2 ഉണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, ABS ഉണ്ടാവും, എയർ ബാഗ്, EBD, ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. SX ആണോ SX ഓപ്ഷൻ ആണോ? അത് SX ഓപ്ഷൻ. SX ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ ഇറക്കിയ അതെ, ഫുൾ ഓൺ 7,75,000 രൂപ ഫുൾ ഓൺ. 2018 മോഡൽ. 2018 മോഡൽ ക്രെറ്റയാണ്. ഹ്യുണ്ടായിന്റെ 1.5 ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. 13ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 7.5 റേറ്റ് അത് ഫുൾ ഓൺ കിട്ടുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 71,000. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. കമ്പനി ഹിസ്റ്ററിയുള്ള ഫസ്റ്റ് ഓണർ, സെക്കൻഡ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. നല്ല വണ്ടിയാ, നല്ല വണ്ടി. മഹീന്ദ്രന്റെ വാറണ്ടി 2 വർഷം കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കണ്ണൂരായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ആദ്യത്തെ കമന്റ് ബോക്സിലും വരെ അനവധി നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവരെ വാട്സാപ്പിലും കൂടെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.